ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ കട്ടപ്പനയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെലുമിച്ച് ഞങ്ങളിവിടെ വരുമ്പം ഉണ്ടാക്കും. അപ്പോൾ പായസം ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, പായസമൊക്കെ കുടിച്ച് മടുത്തിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്ന് പായസം, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പിറന്നാളിന് പായസം, വൈദുവിൻ്റെ പിറന്നാളിന് പായസം. അപ്പോൾ ഈ മാസം ഫുൾ ഇങ്ങനെ പായസം കുറേ പായസം, അതുപോലെ വിനായക ചതുർത്ഥിക്കാനുമായിട്ടും പായസം വാങ്ങിച്ചു. അങ്ങനെ ഇതൊക്കെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ വെലുമിച്ച് പറഞ്ഞു അതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇതിൻ്റെ കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞു വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി. അപ്പോൾ അതേ വെലുമിച്ച് ഇത്തവണ നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പരിപ്പോടയുടെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ പരിപ്പൊക്കെ വെലുമിച്ച് തലേദിവസം തന്നെ കുതിർത്തി അവിടുന്ന് വള്ളക്കടവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നു. ഇതേ പരിപ്പ് നമ്മൾ നന്നായിട്ട് നല്ലപോലെ അരഞ്ഞു പോകാനും പാടില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിങ്ങനെ അരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പാകവും കാര്യങ്ങളൊക്കെ വെല്ലുമിച്ചിക്ക് അറിയുള്ളൂ. ഞാൻ പരിപ്പുവട കഴിച്ചിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ പരിപ്പുവട ഉണ്ടാക്കുന്നത് കാണുന്നത് കേട്ടോ. ഞാൻ പരിപ്പുവട ഉണ്ടാക്കിയിട്ടുമില്ല, പരിപ്പുവട ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. കാരണം എണ്ണയിലിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു റെസിപ്പി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും ഞാൻ പരിപ്പുവട ഉണ്ടാക്കാനും എനിക്ക് ഒരു വിധമൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളത് പിന്നീട് എപ്പോഴേലും ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ പരിപ്പുവടയുടെ എന്താ പറയുക കൂട്ടൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഭംഗിയാക്കി വെച്ചു. നമ്മുടെ എണ്ണ ഇതാ നല്ല അടിപൊളിയായിട്ട് ചൂടായി തിളച്ച് കിടക്കുകയാണ്. ഇനി പരിപ്പുവട ദേ വെല്ലുമിച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ അടിപൊളി നല്ല മഴയാണ് പുറത്ത്, മഴയുടെ ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെക്കാളുമൊക്കെ മഴ നല്ലപോലെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക സിറ്റുവേഷൻ ഉണ്ടായിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇന്നുകൂടിയുള്ള നമ്മുടെ കട്ടപ്പനയിലെ വൈബ് കാര്യങ്ങളൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ നിൽക്കുന്ന ദിവസം നല്ല അടിച്ചു പൊളിച്ചിട്ടാണ് എല്ലാ തവണയും പോകുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല മുരുമുരാന്നുള്ള ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട, ലൂസി സ്പെഷ്യൽ പരിപ്പുവട നല്ലതായിട്ട് ഇവിടെ പ്ലേറ്റിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാം ഇങ്ങനെ കൊതിയൊക്കെ വിട്ട് അടുക്കളയിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ വെല്ലുമിച്ച് ഉണ്ടാക്കിയിടുന്നു. വെല്ലുമിച്ച് അപ്പം തന്നെ എടുത്ത് കഴിച്ചോ എന്നാണ് പറയുന്നത്. പക്ഷേ ഭയങ്കര ചൂടാണ്. എന്നാലും ആ കൊതി കാരണം നമ്മൾ ചൂടൊന്നും കാര്യമാക്കേണ്ട, എല്ലാവരും പാത്രത്തിൽ കൈയിട്ട് വാരാൻ ഇങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ വൈകിട്ടത്തെ ചായ ഉണ്ടാക്കി. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടോ. കാരണം ഇത്തവണ വെല്ലുമിച്ച് വന്ന് നേരത്തെ ചായ കുടിച്ചു, അല്ലെങ്കിൽ 7 മണി 8 മണിക്കൊക്കെയാണ് ചായ കുടിക്കുന്നത്. ചോറൂണ് 10-11 മണിയൊക്കെ ആയിപ്പോൾ. അപ്പോൾ അത് വേണ്ട, അതുകൊണ്ട് നേരത്തെ എന്താ പറയുക ഊണ് കാര്യങ്ങളൊക്കെ കഴിക്കാമല്ലോ, അതുകൊണ്ട്. പിന്നെ ഇതേ വൈകിട്ട് ഞങ്ങൾ നേരത്തെ ഊണൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടക്കണം നല്ല പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇതേ ഞങ്ങൾ പരിപ്പോടെയൊക്കെ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. ഇതേ പല്ലുകൊണ്ട് തൊടാൻ പോലും പറ്റണില്ല, അതുപോലെ നല്ല ചൂടുണ്ട്. അത് കഴിക്കുന്ന ഭംഗി കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും നല്ല ചൂടുണ്ട്, നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. വെല്ലുമിച്ചോട് സൂപ്പറാണെന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ നന്നായിട്ട് തുറന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എരിവും എല്ലാം ഉണ്ടായിരുന്നു, നല്ല പച്ചമുളകൊക്കെ. അപ്പോൾ അടിപൊളി പരിപ്പോടെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.